कनवासी थे कोई बंदा मिलना बोरी औखा ही तो मिलते नहीं थे कोई मिलते नहीं यहाँ बात करने के കിട്ടുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇത്ര നല്ല പഞ്ചാബി സംസാരിക്കുന്ന ഒരു ചേട്ടനാണ് നമ്മള് ചേലച്ചോട്ടിൽ ഈ വർക്ക്ഷോപ്പ് നടന്നത്. പഞ്ചാബി हिंदी अले तो हिंदी तकरीबन 36 साल वहाँ पे रहते थे. मुंबई में थे ना. हिंदी में बात कर सकते. 36 साल पहले के मुंबई के बारे में कुछ बताए थे. मुंबई कैसे था? जमाना बहुत बदल गया ना. जमाना बहुत बदल गया ना. 30 साल 35 साल 40 साल बोलने से तो बहुत बहुत अंदर है ना. बहुत फर्क पड़ गया. जमाना बहुत फर्क पड़ गया. बहुत भीड़ भाड़ थे ना. तब भी भीड़ भाड़ थे ना. उस समय भी भीड़ भाड़ बहुत था. एक छोटा छोटा कमरा को भी यहाँ के लोग भाग के गए थे. यहाँ से लोग है ना भाग के गए थे ना उस समय में. पंजाब मुंबई चले गए थे. हाँ बहुत मतलब उस समय केरला से काम करना काम तो है ही नहीं ना. काम इतना है ही नहीं. ऐसी करके बहुत अपना बंदा मलयाली लोग बॉम्बे से और पंजाब से तो हम कंपनी वास्ते काम वास्ते चले गए. बढ़िया बढ़िया. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഹിഡൻ ജെംസ് എന്നൊക്കെ പറയുന്ന പോലെ അറിയപ്പെടാതെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമ്മൾ പല തൊഴിൽ മേഖലകളിലും ഇപ്പോഴും ഉണ്ട്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ചേലച്ചോട്ടിലാണ്. ചേലച്ചോട്ടിലൊരു ലെയ്ത്ത് വർക്ക്ഷോപ്പിലാണ്, വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണുള്ളത്. ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന എനിക്ക് തോന്നി. പരിചയപ്പെടാം. രാവിലെ ചേട്ടനെ ഷോപ്പ് തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ബാഗ് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ബാഗിൽ ഒരു എന്നാ നമ്മുടെ തുബുക്ക് ചോറും പാത്രം എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സാധനമുണ്ട്. ഞാൻ ചേട്ടനോട് ചോദിച്ചു ഈ ശീലം എന്ന് മുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു 40 വർഷമായിട്ടുണ്ടെന്ന്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ചേട്ടൻ കുറേ ആൾ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഈ ഡിബ്ബവാല എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഓഫീസുകളിലൊക്കെ ലഞ്ച് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ചേട്ടൻ ബോംബെയിലുണ്ടായിരുന്ന ആളാണ്. ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജോണി എന്നാണ്. ഞാൻ ശരിക്കും മൂവാറ്റം ജനിച്ചു വന്നത്, മൂവാറ്റത്തിനെ പഠിച്ചു വന്നതാണ്. ഒരു 1969 കാലഘട്ടങ്ങളിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ്. അതായത് 2000 വരെ ആ കമ്പനിയിൽ ജോലി ചെയ്ത് പോകാൻ പറ്റി. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള എസ്പെഷ്യലി പറഞ്ഞാൽ പാകിസ്ഥാനിൽ ആളുകൾ വരെ വർക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അന്ന് ഇതുപോലുള്ള ID കാർഡോ പാസ്പോർട്ടോ മറ്റൊന്നും വേണ്ടായിരുന്നു. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം എനിക്ക് 72 വയസ്സുണ്ട്. 72 വയസ്സുണ്ട്. ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലേ? ബോംബെയിൽ ഞാൻ ബോംബെയുടെ ഭാഗത്ത്, പിന്നെ രാജസ്ഥാൻ കോട്ട ഭാഗത്തുണ്ട്, പിന്നെ ഹരിയാന സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ വിജയവാഡയിലുണ്ടായിരുന്നു, പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഇടമല എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അവിടെ കൃഷിക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ വർക്കിലായിട്ട് വന്ന് അത് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ജോലി ഇവിടെ വന്ന് കയറി. ഇവിടെ വന്നാണ് ഞാൻ ഇറങ്ങിപ്പോരുന്നത്. 2000 ഇറങ്ങിപ്പോരുന്നത്, നടത്തി പോരുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതമാർഗം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇൻഡസ്ട്രി തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ വണ്ടിയുടെ പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഒരു അത്യാവശ്യം എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രായമായിട്ട് എനിക്ക് ഡിബ്ബവാല ഉണ്ടല്ലോ, ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞത് നമ്മുടെ തൂക്കി ചോറ്റ് മാത്രം ഇഷ്ടപ്പെടാനുള്ള ഡിബ്ബവാല എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് കൊണ്ടുവന്ന് ഡിബ്ബയ്ക്കകത്താണല്ലോ വർഷത്തിലേക്ക് ഓഫീസുകളിൽ ഫുഡ് കൊണ്ടുപോകുന്നതിനകത്ത്. ഇവിടെ അങ്ങനെ സിസ്റ്റത്തിൽ ലഞ്ച് കഴിക്കുന്ന ആളെ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇവിടെ ഇപ്പോൾ എനിക്ക് 40 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടിഫിനാണത്. അതിനകത്താകുമ്പോൾ 2-3 കൂട്ടം കറി വയ്ക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ ചപ്പാത്തി, ഒരു പാത്രത്തിൽ ചോറ്, പിന്നെ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ കറിയോ എന്തെങ്കിലും വെച്ചോണ്ട് പോരാം. അപ്പം തുക്ക് പിടിച്ചോണ്ട് പോരാം. 40 വർഷമായിട്ട് ഡിബ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? 40 വർഷം പഴക്കമുള്ള പാത്രം. എന്റെ ദൈവമേ, അടിപൊളി.